കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഹരണം പഠിക്കാം. 78 ഹരിക്കണം 2. കൂട്ടുകാർക്ക് 2ൻ്റെ ഗുണനം ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് 2ൻ്റെ ഹരണം എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ചെറുതാക്കിയിട്ട് 2ൻ്റെ ഗുണനം ഒന്ന് എഴുതിയേക്കാം. 1 2 2, 2 2 4, 3 2 6, 4 2 8, 5 2 10, 6 2 12, 7 2 ഇവിടെ എഴുതാം. 7 2 14, 8 2 16, 9 2 18, 10 2 20. ഇത് കൂട്ടുകാർക്ക് അറിയായിരിക്കും. അപ്പോൾ നമുക്കിനി കണക്കിലേക്ക് പോകാം. ആദ്യത്തെ സംഖ്യ നോക്കാം. ആദ്യം 7. അപ്പോൾ 7 എത്ര 2 ഉണ്ടെന്ന് നോക്കാം. 1 2 2, 2 2 4, 3 2 6, 4 2 8. ഇനി പോകാൻ പറ്റില്ല, കാരണം ഇതൊക്കെ 7ൻ്റെ മുകളിലെ സംഖ്യകളാണ്. അപ്പോൾ നമുക്കിനി ഇതെടുക്കാം. 3 × 2 6, കാരണം 7നെ കാണാനില്ല. അപ്പോൾ 7ൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ 6ആണ്. അപ്പോൾ 6നെ എടുക്കാം. 6നെ എടുക്കുമ്പോൾ 3 2 ആണല്ലോ 6. അപ്പോൾ 3നെ ഇവിടെ എഴുതാം, 6നെ ഇവിടെ എഴുതാം. ഇനി ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഈ വര വരച്ചാൽ കുറയ്ക്കൽ എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് 7ന് 6 കുറയ്ക്കുക. 7ന് 6 കുറച്ചാൽ 1. ഇവിടെ 1. ഇതെന്താണെന്നറിയാം, ഇവിടെ ഒരു സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്. അപ്പോൾ 2 സ്റ്റെപ്പായാൽ പിന്നെ കുറയ്ക്കരുത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏതൊരു സംഖ്യയാണോ ആ സംഖ്യ ഇങ്ങനെ ഇറക്കി എഴുതാം. 18. ഈ സംഖ്യ ഇറക്കി എഴുതിയപ്പോൾ 18 എന്നായി. ഇനി നമ്മൾ നോക്കാം 18ൽ എത്ര 2 ഉണ്ടെന്ന്. 1 2 2, 2 2 4, 3 2 6, 4 2 8, 5 2 10, 6 2 12, 7 2 14, 8 2 16, 9 2 18. ഇതവിടെ കൃത്യമായിട്ട് കിടക്കുന്നുണ്ട് 9 2 18 എന്ന്. അപ്പോൾ നമുക്കതിനെ ഇവിടെ എഴുതാം. 9 2 ആണല്ലോ 18. അപ്പോൾ 9നെ മുകളിൽ എഴുതാം, 18നെ അടിയിൽ എഴുതാം. ഇനി നേരത്തെ വര വരച്ചു. അപ്പോൾ നമുക്ക് കുറയ്ക്കൽ 18ന് 18 കുറയ്ക്കൽ കൂട്ടുകാർക്ക് അറിയാമായിരിക്കും. 8ന് 8 കുറച്ചാൽ 0, 1ന് 1 കുറച്ചാൽ 0. ഒരൊറ്റം 0 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 18ൻ്റെ ഇവിടെ അടിയിൽ 0. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ആൻസർ ഇവിടെ മുകളിൽ എഴുതിയ ആ 39 എഴുതി വെക്കാം. പിന്നെ ശിഷ്ടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ അടിയിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ശിഷ്ടമായിട്ട് 0ആണ്. അപ്പോൾ ഒന്നും എഴുതണ്ട. ശിഷ്ടം ഇതിന് പകരം ഇവിടെ 1 2 ആണെങ്കിൽ ശിഷ്ടം 1 2 എന്തെങ്കിലും എഴുതണം കേട്ടോ.